പത്തനംതിട്ട തിരുവല്ലയിൽ ടൂറിസ്റ്റ് ബസ്സും ഒരു ട്രെയിലർ ലോറിയും കൂട്ടിയിടിച്ച് ഒരു അപകടമുണ്ടായിരിക്കുന്നു. 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തിരുവല്ല കുറ്റൂരിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാസേന എത്തി രക്ഷപ്പെടുത്തി. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. നമുക്ക് കാണുന്നത് വല്ലാത്ത അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇവർ യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ അപകടം സംഭവിക്കുകയായിരുന്നോ അതോ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിലാണോ ഈ അപകടം സംഭവിച്ചത്? എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് MC റോഡിൽ തിരുവല്ല രാമഞ്ചിറയിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. ടൂറിസ്റ്റ് ബസ്സും ട്രെയിലർ ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ലോറിയുടെ ക്യാബിനിൽ ഡ്രൈവർ കുടുങ്ങിപ്പോയി. അപകടത്തെ തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് ആ ക്യാബിനിൽ നിന്നും ലോറിയുടെ ഡ്രൈവറെ പുറത്തെടുത്തത്. തിരുവല്ലയിലെ കുറ്റൂരിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നും തിരുവല്ലയിലേക്ക് വരികയായിരുന്നു ഈ ട്രെയിലർ ലോറി. ആ ലോറിയാണ് ബസ്സിലേക്ക് ചെന്ന് ഇടിച്ചത്. ഈ ട്രെയിലർ ഡ്രൈവർ, ഒപ്പം തന്നെ ബസ് ഡ്രൈവർ, അതുപോലെ ബസ്സിലെ യാത്രക്കാരായിട്ടുള്ള 8 പേർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യനില തൃപ്തികരമാണ്. ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അരുൺ. ഓക്കെ, താങ്ക് യു. പ്രവീണാണ് വിവരം നൽകിയത്. തിരുവല്ലയിൽ വെച്ചാണ് ബസ്സും ലോറിയും തമ്മിൽ ഇടിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ക്ഷീണം തോന്നുമ്പോൾ, ഒന്ന് ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 10 കിലോമീറ്റർ കൂടിയല്ലേ ഉള്ളൂ, അവിടെ എത്തിയിട്ട് അങ്ങ് ഉറങ്ങാം എന്ന് കരുതും. ചെയ്യരുത്, ഒരു കാരണവശാലും ചെയ്യരുത്. എനിക്ക് തന്നെ വ്യക്തിപരമായിട്ടൊരു അനുഭവമുണ്ട്. നമ്മൾ ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ചിലപ്പോൾ കണ്ണിൽ ഇങ്ങനെ ഉറക്കം വരുന്ന സമയത്ത് വണ്ടി പാളുന്നത് പോലെ തോന്നും. പാളുക മാത്രമല്ല, ഒരു ദിവസം പോയി ഇടിക്കുകയും ചെയ്തു. അത് ഞങ്ങളുടെ ഇവിടെ ഈ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് തട്ടി. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നേരെ പറഞ്ഞു ഞാനൊരു ഓഫീസ് ഇവിടെയാണ്, വന്നാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വന്നു, പറഞ്ഞു, ബില്ല് തന്നു, കൊടുത്തു, സെറ്റിൽ ചെയ്തു. അപ്പോൾ അതൊക്കെ സംഭവിക്കും. അത് അത്രയും സംഭവിച്ചുള്ളൂ. പക്ഷേ അത് പോരാ. പക്ഷേ ഇത്തരം ക്ഷീണമൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഒന്ന് ഉറങ്ങി 10 മിനിറ്റ് ഒരു പെട്ടെന്നൊരു നാപ്പെടുത്ത് പോവുക. ഇല്ലെങ്കിൽ അപകടം ഉണ്ടാവും. 10 കിലോമീറ്ററേ കാണൂ, പക്ഷേ നമ്മൾ ഒരിക്കലും എത്തിച്ചേരാത്ത ദൂരമായിരിക്കും അത്. പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര ദീർഘദൂരം യാത്ര ചെയ്ത് വരുന്നവരും രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക.